ഹലോ അങ്ങനെ നമ്മൾ കേരള ടു നേപ്പാൾ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഇടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് എന്താ പറയുക, ഫൈനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അല്ലാണ്ട് കുറച്ച് ഫീവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാണ്ടുന്നത്. അപ്പോൾ നമ്മുടെ ട്രിപ്പിനെ പറ്റിയിട്ട് റാഫി ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ 28 ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രാവൽ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് റാഫി ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നേപ്പാളിൻ്റെ ലൈക്ക് നമ്മൾക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്ര രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വന്ന ഒരു ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എത്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അപ്രോക്സിമേറ്റ് ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ വെച്ചത് ഒരു 60 ആയിരുന്നു. ഒരു പെർ പേഴ്സൺ 30 വെച്ചിട്ടായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നേരം നമ്മളെ എക്സ്പെൻസീവും കൂടി, അതെ, കുറച്ച് പണി കിട്ടി. അപ്പോൾ അതിനനുസരിച്ച് പൈസ അങ്ങക്ക് കൂടുതൽ ചിലവഴിക്കേണ്ടി വന്നു. മീൻസ് നമ്മുടെ കയ്യിലില്ല, നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ആക്കി റോഡാക്കിയിട്ടാണ് വന്നതും പോയതും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. മൊത്തത്തിൽ ഇപ്പോൾ ഒരാൾക്ക് പറയുകയാണെങ്കിൽ ഉണ്ടാവും 40 to 50 അടുത്ത് ഒരാൾക്ക് മാത്രം ചിലവായിട്ടുണ്ട്. ഒരു 1 lakh, അതായത് നമ്മളെ ടോട്ടൽ ബഡ്ജറ്റ് എങ്ങനെ നോക്കിയാലും 120 മൊത്തത്തിൽ. മീൻസ് ഞങ്ങൾ വണ്ടി റെഡിയാക്കി വെച്ചതും വണ്ടി റെഡിയാക്കാനുള്ളതും പിന്നെ ഞങ്ങൾ പോയി വരാനുള്ളതും സാധനങ്ങൾ വാങ്ങാനുള്ള എല്ലാത്തിനും കൂടി മൊത്തം ബഡ്ജറ്റ് 120 അടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ബാക്കി ട്രാവലിംഗ് ബഡ്ജറ്റ് നമുക്ക് വളരെ കുറവാണ്. ഞങ്ങൾക്ക് അവിടെ എത്തുന്നവരെ എക്സ്പെൻസീവ് എന്ന് പറയാൻ കൂടുതലായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം കുറവായിട്ടാണ് പോയത്. ഫുഡ് ആയിക്കോട്ടെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത്. ടെന്റ് അടിച്ചിട്ടാണ് പോയത്. അവിടെ കുറെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ കഴിഞ്ഞു. അതുകൊണ്ടൊന്നും വളരെ എക്സ്പെൻസീവ് ഞങ്ങൾക്ക് അയ്യരിയിൽ തന്നെ സ്റ്റേന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോയത്. പിന്നെ പോയ യാത്രകളും കണ്ട കാഴ്ചകളും ഒരു ലൈക്ക് അതിനെ പറ്റിയിട്ട് പറയാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇന്നേ വരെ എന്താ പറയുക അനുഭവിക്കാത്തൊരു എക്സ്പീരിയൻസ് നമ്മൾ അവിടെ അനുഭവിച്ചിട്ടുണ്ട്. നൽകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, ഒരു പേടി നൽകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആഗ്രഹങ്ങൾ കൂടുകയാണ് ചെയ്തത്. ഈ ഒരു ചെറിയൊരു 28 ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മതിയായിട്ടില്ല. നമ്മളൊരിക്കലും 28 ദിവസം കൊണ്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചു പോയവരല്ല. നേപ്പാൾ മാത്രം കവർ ചെയ്യാനുള്ള മൈൻഡിൽ പോയതല്ല. പിന്നെ ഫണ്ടമെൻ്റൽ ഇഷ്യൂ, ഫിനാൻഷ്യലി ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര ഞങ്ങൾ പരമാവധി കവർ ചെയ്തേനെ. ഇപ്പോൾ കാര്യമായിട്ട് പറഞ്ഞാൽ പറഞ്ഞതിനോട്ട് തന്നെ യാത്രകളിൽ പല പാഠങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്നായിക്കോട്ടെ നമ്മുടെ ജീവിത രീതി, വേറെ ആൾക്കാരുടെ ജീവിത രീതി, അവരുടെ കൾച്ചർ, കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി നിന്നത് ഫസ്റ്റ് ഞങ്ങളെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്, ഒരു പെൺകുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഫസ്റ്റ് പോയി നിന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ അതിഥികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവത്തിനെ പോലെയാണ്. അതേ ഇത് ഞങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടപ്പോൾ കുറച്ച് കണ്ണുകടിയുള്ള ഏതെല്ലോ മതഭ്രാന്തന്മാർക്ക് കുറച്ച് കടിയുണ്ടായിരുന്നു. ആരാന്നൊന്നും ഞങ്ങള് മെൻഷൻ ചെയ്ത് പറയുന്നില്ല. അങ്ങനത്തെ ഒരു കുറച്ച് അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഓരൊക്കെ നമ്മളെ സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ട്രീറ്റ് ചെയ്തത്. മൊത്തത്തിൽ ഞങ്ങൾക്ക് അവിടെ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ ഇങ്ങ് നാട്ടിൽ നിൽക്കുന്ന കുറച്ച് മതഭ്രാന്തർക്ക് എന്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു ചെറിയ ഈ കേരളത്തിന്റെ പുറത്ത് ഇന്നേ വരെ പോവാത്ത ആൾക്കാരുണ്ടാവും. ഇവൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി തന്നെ. നമ്മുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് എല്ലാവരും നമ്മൾ ഇത് കാണുമ്പോൾ ലൈക്ക് ചുരുക്കം ചില പേർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഒരു പെൺകുട്ടിയുടെ കൂടെ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു 90s 80s കൾച്ചറിലാണ് നമ്മളെ ഫാമിലിയുടെ എല്ലാവരും എന്ന് പറയുന്നില്ല, എന്നാലും ചില ആൾക്കാർ. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് എന്താ പറയുക നമുക്കൊരു ഹേർട്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് പറയുന്നു, നമ്മൾ പോയതും വന്നതും നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെയ്യോ അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് നമ്മൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ ആരെയും കാണുന്നില്ല, നോക്കുന്നില്ല, അതിന്റെ ആവശ്യം നമുക്ക് വരുന്നുമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നു, നമ്മൾ ട്രാവലിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു, അവരെ കാണുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അവരുടെ വീട്ടിൽ സ്റ്റേ എടുക്കുന്നു, അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. ഇത്ര മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ഞങ്ങൾ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് പല ഭാഗത്തു നിന്ന് കോള് വന്നേ. ആയിട്ടുള്ളൊരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരാനെടുത്തൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ പൊക്കാറയിലോട്ടേക്ക് പോകുമ്പോൾ റോഡ് ക്ലോസ് ആയിട്ട് നമ്മൾ തിരിച്ചു വരാനുള്ളൊരു ഡിസിഷൻ എടുത്തു.
ആ ഒരു ഡിസിഷൻ മേക്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. കാരണം പൊക്കാറല്ല മുസ്തങ്ങിലേക്ക് മുസ്തങ് പോകുന്ന വഴി ഞങ്ങൾ ആഗ്രഹിച്ച് പോകാൻ വേണ്ടി ഇരുന്ന സ്ഥലം മുസ്തങ്, മുക്തിനാഥ് ടെമ്പിൾ, ഇവിടെ ഒക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് വലിയൊരു ബ്ലോക്ക് കൊണ്ട് എന്താണെന്ന് വെച്ച് പറഞ്ഞത് ലാൻഡ് സ്ലൈഡ് ആണ്, അങ്ങോട്ട് റോഡ് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് നമ്മളെ കയ്യിൽ സമയമില്ലാത്തതുകൊണ്ട് ആ യാത്ര ആടെന്ന് ഞങ്ങൾ പകുതി വെച്ച് വേണ്ടാന്ന് മുസ്തങ്ങിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിപ്പെടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റീൽസിൽ മാത്രം വളരെ ആഗ്രഹിച്ചു. അത് ശരിക്കും നമ്മൾ അതിനെപ്പറ്റി നമ്മൾ അറിയുന്ന എന്താണ്, ശരിക്കും നമ്മൾ പ്രോപ്പർ ഇന്ത്യയിലെ ലഡാക്കും അത് സെയിം ഫീൽ തന്നെ കിട്ടും എന്നൊക്കെയാണ് അവിടെ ഉള്ളവരും എല്ലാവരും ഞങ്ങളോട് അതാ പറഞ്ഞത്. സെയിം ലൈക്ക് ലഡാക്ക് എന്നാ പറഞ്ഞത്. അത് ഈ ഒരൊറ്റ ചിന്ത കൊണ്ടാണ് നമ്മൾ അവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷെ പാതിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു വരേണ്ടി വന്നു. പക്ഷെ ആ ഒരു തിരിച്ചു വരുത്തി ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. അങ്ങനെയുള്ള വഴി കൂടെയാണ് ഞങ്ങൾ വന്നത്. ഒരു പക്ഷേ ഏകദേശം ഒരു 80-90 കിലോമീറ്റർ ഏകദേശം അതിൻ്റെ അടുത്തോളം. അപ്പോൾ ആ ഒരു വഴി തന്ന ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോയി നമ്മളിനി ഒരിക്കലും നമ്മൾ തിരിച്ച് വീട്ടിൽ ഒരു ഡിസിഷനിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. കാരണം അമ്മാതിരി ഒരു റോഡായിരുന്നു. ആ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ മുകളിൽ മാത്രമാണ് നമ്മൾ തിരിച്ചു വന്നത്. ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോകും. അതായത് കൊക്കയിലേക്കാണ് കൊക്കയിലേക്ക് തിരിച്ചു വരുന്നത്. ഏകദേശം അങ്ങനെ 100 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ല, 100 കിലോമീറ്ററുള്ള സെയിം വേ, ഒരു മാറ്റമില്ല. ഒരാളോട് ചോദിക്കാൻ അവിടെ ഒരു വീടില്ല. ഗൂഗിൾ മാപ്പ് പറഞ്ഞ് നേരോട്ട് അങ്ങനെ കൊക്കയിലേക്കാണ് റോഡില്ല. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഒരുത്തനെ ഇറങ്ങിയിട്ട് നടന്നത്, ഏതെങ്കിലും ഒരുത്തൻ തിരിച്ചു വരണ്ടേ എന്നുള്ള മൈൻഡിൽ ഒരുത്തനെ ഇറക്കി നടത്തിച്ചതാണ്. കാരണം എന്ത് സംഭവിക്കാം, വണ്ടി പോവുക, തിരിച്ചെത്തും, ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് വണ്ടി എടുത്തതാണ്. ഒന്നുമില്ല, എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്നുള്ള ആ ഒരു മൈൻഡിൽ വെച്ച് പിടിച്ചു. പക്ഷെ ആ ഒരു അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫീലിങ്സും കാണുമ്പോഴതും. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടിയ ബംഗി ജമ്പ് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ക്രോസ് ചെയ്യുന്ന ആ ഒരു ഹൈറ്റില് ആ ഒരു ക്രോസിംഗ് ബ്രിഡ്ജ്. ബംഗി ജമ്പിങ്ങിന് പോലെ അത്ര പേടി ഉണ്ടായിട്ടില്ല. ബംഗി ജമ്പിങ്ങിന് പേടിയേ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒന്നും പറയാനില്ല. ഒരു നിമിഷം അനുഭവിച്ചറിയാം. അതെ, നാട്ടിലെ വലിയ റൈഡേഴ്സ് ആണ് പറയുന്നതൊക്കെ കറക്റ്റ് കാര്യമില്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇതൊക്കെ മനസ്സിലാവും എത്രത്തോളം കോൺഫിഡൻസ് ലെവലാണ് നമുക്ക്. എന്താണെങ്കിലും നമുക്ക് ഇപ്പം ലൈക്ക് നമുക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കേരള ടു നേപ്പാൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പേജോ അല്ലെങ്കിൽ ഇവൻ്റെ പേജോ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഐ മീൻ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പുകളും നമ്മൾ ചെയ്യും. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ ലൈക്ക് അവിടെ ഭാഷ അറിയില്ലെങ്കിൽ തീർന്നു, പറ്റിക്കപ്പെടാനും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത് മാക്സിമം ശ്രമിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അനുഭവങ്ങളിലുള്ള അറിവുകൾ നമ്മൾ പറഞ്ഞു തരും. പിന്നെ അങ്ങനെ യാത്രകൾ നമ്മൾ എന്താ പറയുക, എന്തെന്നെ പറഞ്ഞാലും കേസ് നേപ്പാൾ അത് വേറൊരു ദുനിയാവ് തന്നെ. കണ്ടാലും മതിവരാത്ത ദുനിയാവ്. പോകുന്ന ഓരോ വഴികളിലും കാണുന്ന കാഴ്ചകൾ വേറെ വേറെ തന്നെയാണ്. കണ്ണെടുക്കാൻ തോന്നുന്നു, അത്ര സുന്ദര അവിടുത്തെ കാഴ്ചകൾ. സുഹൃത്തുക്കളെ, ഓനക്ക് വെറുതെ പറയുന്നതല്ല, അതൊക്കെ ഉള്ളത് തന്നെ. ആ വീഡിയോയിൽ കാണുന്ന അതേ സാധനങ്ങൾ അവിടെ പോയാൽ ഡയറക്റ്റ് റിയൽ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ട്രെക്കിങ് ചെയ്യാൻ പറ്റില്ല, ട്രെക്കിങ്ങിനുള്ള ടൈമില്ല. ഇത് വെച്ചിട്ട് ഞങ്ങൾ വരുന്നതാണ് ഈ ഒരു യാത്രയിൽ ഞങ്ങൾ മനസ്സിലുറപ്പിച്ച കാര്യം വെച്ചാൽ ഇതുകൊണ്ട് എന്തായാലും ഞങ്ങള് യാത്ര നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഇപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് യാത്ര. കേരള ടു നേപ്പാൾ സബ്മിറ്റ് ചെയ്ത് നമ്മൾ വണ്ടി ഓൺ റോഡായിട്ട് പോയിട്ട് തന്നെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങളുടെ അപ്പൂനുണ്ട് കേട്ടോ. അപ്പൂന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം വണ്ടിക്ക് നമുക്കൊരു A to Z എല്ലാം അപ്പൂന്റെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയത്. ആ വണ്ടി കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പ് തന്ന ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ പോയി തിരിച്ചെത്തിയത്. വണ്ടിന്റെ കാര്യത്തിൽ ഫുൾ മൊത്തം ഇതും അപ്പൂനാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കസിൻസ്, ബ്രദേഴ്സ് ഇവരായിരുന്നു നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് അതെ, ഫാമിലി ആയിരുന്നു സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ മറന്നു, നമ്മൾ നേപ്പാളിൽ നിന്ന് തിരിച്ചു വന്നൊരു ദിവസം, ലൈക്ക് ഞങ്ങൾ വെറും 4 ദിവസം കൊണ്ടാണ് നേപ്പാളിൽ നിന്ന്
കേരളത്തിലായ നമ്മുടെ കോഴിക്കോട് വടകരയിൽ എത്തിയത്. വെറും 4 ദിവസത്തെ ഡ്രൈവ്. തിരിച്ചു പോകുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? 13 ദിവസം ട്രാവൽ ചെയ്തത് നമ്മൾ വെറും 4 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വെറും 4 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു റൈഡിങ്ങിന് നമ്മുടെ കേരിയറിന് ചെറിയൊരു ഇതുണ്ട്. മീൻസ് വെയിറ്റ് ഉള്ളത് കൊണ്ട് കേരിയർ പൊട്ടി അത് പിന്നെ നന്നാക്കാൻ പറ്റൂല എന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ടാണ് ആ ഒരു ഇതിൽ കവർ ചെയ്ത് നിർത്തിയത്. അപ്പോൾ ഇപ്പോൾ പോകാന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇനിയൊരു യാത്ര പോകാന്നുണ്ടെങ്കിൽ ഒന്നും നോക്കട്ടെ ഗൈസ്, കയ്യിൽ നല്ല ബൂട്ടില്ല, നല്ല ജാക്കറ്റ് ഇല്ല, നല്ല ഗ്ലൗസ് ഇല്ല, ഒന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടോ, പൈസ ഉണ്ടോ, പോയിട്ടോ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് വന്നോളൂ. ബാക്കിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. ആരും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് പോണോ, ഇറങ്ങാ, പോവാ, അത്ര മാത്രം. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ബാഗ് പാക്ക് ചെയ്ത് വിട്ടോ, അത്രേ ഉള്ളൂ. യാത്ര വരുന്ന ഓരോ അനുഭവങ്ങളും വേറെ വേറെ തന്നെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ കിടക്കുന്ന വീടും നമ്മൾ താമസിക്കുന്ന വീടും നമ്മുടെ ഈ ചുറ്റുപാടും ലൈക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ എത്രയോ സമ്പന്നരാണ്. ഫാമിലി ഇല്ലാത്ത ആൾക്കാരുണ്ട്, വീടില്ലാത്ത ആൾക്കാരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മളൊക്കെ എത്രയോ കോടീശ്വരന്മാരാണ് ഓരോക്കെ കണ്ടില്. ഞങ്ങൾ കണ്ട ഓരോരുത്തരെ ജീവിത രീതികളൊക്കെ വെച്ച് നോക്കുകയാണ്, ഓരോക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എത്രയോ വലിയ പൈസക്കാരാണ്. ഓരോക്കെ എങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്ന് അവിടെ എത്തിയിട്ട് കാണണം. അതാണ് പറയുന്നത്, യാത്ര ചെയ്യുക, കാഴ്ചകൾ കാണുക, ഓരോരുത്തരുടെ ജീവിത രീതികൾ കാണുക. ഞങ്ങളിതാ അടുത്ത പണിക്ക് പോവാണ്, അടുത്ത യാത്രക്കുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അതെ, ഇൻഷാ അല്ലാ. ഇനിയിപ്പോ എന്തായാലും ഒരു വ്ലോഗ് എന്നുള്ള രീതി നമുക്ക് ഇതോടുകൂടെ തീരും. ചെറിയ ചെറിയ ഷോർട്സ് എന്തായാലും നിങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന ഒരു പ്രതീക്ഷയില്ല. അങ്ങോട്ടങ്ങോട്ട് മെല്ലെ മെല്ലെ ഓരോ ഷോർട്സ് ആയിട്ട് വീഡിയോയിൽ വരും ഇൻഷാ അല്ലാ. അത് മീൻസ് എങ്ങനെ യാത്രൻ്റെതാണോ അല്ലാത്തതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളിങ്ങനെ ചെയ്യും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യും. നിങ്ങളെ സപ്പോർട്ടാണ് ഇത്രയും നമ്മൾ എത്തിച്ചത്. ഈ ഒരു നല്ല രീതിയിൽ പോയി വന്നതും നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. രണ്ട് കൂട്ടുകാരുണ്ട്, രണ്ട് കൂട്ടത്തിലുള്ള. അപ്പോൾ നമ്മളെ വീഡിയോ അങ്ങനെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ആവാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇനി വ്ളോഗ് വരാണ്ടിരിക്കത്തില്ല. ചെറിയൊരു മിനി വ്ളോഗ്സ് വരും. പിന്നെ യാത്ര റാഫിയെ നിർത്തിയിട്ടുള്ളൂ, ഞാനിപ്പോഴും തുടങ്ങുന്നുണ്ട്. നിർത്തിയിട്ടുണ്ടെന്ന് ഞാൻ ആരോടും ഒരു വാക്കും കൊടുത്തിട്ടില്ല. ഇപ്പോഴുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ചവിട്ടി എന്നുള്ളത് മാത്രം. ഏത് സമയം എന്തോ സംഭവിക്കാം. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് ഞാനൊരു ചെറിയൊരു യാത്ര മാത്രമല്ല, ഉണ്ടായിരുന്ന ജോലിയും കൂടെ കളഞ്ഞിട്ട് വന്നതാണ്. ജോബിന്റെ ആവശ്യമായുള്ള യാത്ര അങ്ങനെ വേണം പറയാ. അതാണ് സംഭവം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്. Now my boss gon' say I be my healer, everything I design. I don't receive.